Hello everyone, I'm so glad to come and talk with you today from God's Word. ഇന്ന് ഒരല്പസമയം നമ്മൾ ദൈവവചനം ചിന്തിക്കാൻ പോവുകയാണ്. ആൻഡ് ഐ ബിലീവ് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഗോയിങ് ടു ബ്ലസ് യുവർ ലൈഫ്. ഓക്കെ, ഇന്ന് ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അത് അനുഗ്രഹമാവുമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇറ്റ് റിയലി ബ്ലസ്ഡ് മൈ ലൈഫ് ആൻഡ് ദെൻ ഷുവർലി ഇറ്റ് വിൽ ബ്ലസ് യുവർ ലൈഫ്. ഓക്കെ, എൻ്റെ ജീവിതത്തിന് ഈ ദൈവവചന സന്ദേശം, ഈ വചനം അനുഗ്രഹമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനും ഈ വചനം അനുഗ്രഹകരമായി തീരും. ഓക്കെ, സോ ഫോർ ദാറ്റ്, for our explanation today, for our talk today, let us go to Philippians chapter 2, verse 13 to 16. Okay, നമുക്കിതിന് ആധാരമായി, ഈ ചിന്തകൾക്ക് ആധാരമായി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ടേക്ക് യുവർ അറ്റൻഷൻ ടു, okay, I will read it in English, then I will read it in Malayalam. Okay, ആദ്യം ഞാനത് മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം ആദ്യം അത് ഇംഗ്ലീഷിൽ വായിക്കാം, അതിനുശേഷം മലയാളത്തിൽ വായിക്കാം. ഓക്കെ, Philippians chapter 2 verse 13 to 16. For it is God who works in you both to will and to do for his good pleasure. Okay, do all things without complaining and disputing, that you may become blameless and harmless children of God, without fault in the midst of a crooked and perverse generation, among whom you shine as lights in the world, holding fast the word of life, so that I may rejoice in the day of Christ, that I have not run in vain or labored in vain. ഇതിൻ്റെ മലയാളത്തിൽ ഞാൻ വായിക്കാം. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ടോക്ക് ഫ്രം ദിസ് സ്ക്രിപ്ചർ. സോ especially what I want to share right now is, here the word of God says, Apostle Paul is talking to this Philippian church or the body of Christ today. That is, here it says, God is working in us. Okay, ഇവിടെ ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ എന്ത് ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ്. ഓക്കെ, so if you and I surrender our life to him with all our heart, then God is ready to use us. Whatever weakness we have, God is able to strengthen us and equip us, and he is ready to use us. Okay, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താൻ കഴിയുമെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, നിശ്ചയമായി ദൈവത്തിന് നമ്മെ തൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കാനായി കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. Just like we can see in that incident of Jesus went to the marriage function of Cana. യേശു കർത്താവ് കാനായിലെ കല്യാണ വീട്ടിൽ യാത്ര ചെയ്യുന്ന ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. There were pots were there in the outside. Jesus is called it to be bring in and pour water, and so he used the pots, the jars or the pots which were in the outside to bring a miracle, because the yielded vessel brought by the Lord, yielded vessel who is ready to yield in the hand of God brought a miracle in it. അല്ലേ, നമ്മളിവിടെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. ദൈവസന്നിധിയിൽ ആ പുറത്ത് കിടക്കപ്പെട്ടതായ പാത്രങ്ങൾ, ദ വെസൽസ് വിച്ച് വെയർ ഇൻ ദ ഔട്ട്സൈഡ്, ആ പുറത്ത് കിടക്കപ്പെട്ട പാത്രങ്ങൾ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അനുസരണയോടെ ഇരുന്നു കൊടുത്തപ്പോൾ, അല്ലേ,
യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അനുസരണയോടെ ഇരുന്നു കൊടുത്തപ്പോൾ അതിൻ്റെ നടുവിൽ ഒരു അത്ഭുതം വെളിപ്പെട്ടു. ദ വാട്ടർ ടേൺഡ് ഇൻ ടു വൈൻ, അല്ലേ? സോ ബിക്കോസ് they had the lack of wine, so Jesus made it possible. The water turned into the sweetest wine, the grape juice. It became the grape juice. It was a marvelous miracle that we can see in the scripture. അവിടെ നമുക്ക് വചനത്തിൽ അത് നമുക്ക് കാണാനായി കഴിയും. So you and I must believe that God is working in me for good, okay, for his glory. നമ്മൾ ആദ്യം വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് എന്നിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിനായി കർത്താവ് എന്നിൽ പ്രവർത്തിക്കുന്നു. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റുപറയേണ്ടതാണ്. ഹല്ലേലൂയ. So the second thing it says, in the midst of crooked generation, crooked and perverse generation, what you and I should do is we must walk not like crooked and perverse people's action, but we must walk with the Lord without complaining and disputing. See, in this world, worldly people, or even among the Christendom, you may see the people are disputing and complaining. അല്ലേ? നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടാകാം, ക്രിസ്തീയ കോളത്തിൽ പോലും വ്യക്തികൾ എന്ത് ചെയ്യുന്നതായി, എന്തുവാണ്, വാഗ്വാദം ഉണ്ടാക്കുന്നവരായി, അല്ലെങ്കിൽ ബലാത്കാരം ചെയ്യുന്നവരായി. Some people wanted to become the first in front of the front of the church. They wanted the first position, so they will try to negotiate others, or they may try to make distraction to others, അല്ലേ? ചില ആൾക്കാർ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മറ്റുള്ള വ്യക്തികളെ ഇടറുമാറാക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ അവസരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വയം മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നവരുണ്ട്. So that is the people of crooked people. But you and I no need to be influenced by those things. അല്ലേ? നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്രകാരം ഒരു സ്വഭാവം നമ്മളിൽ വരാനിടയാകരുത്. But in the midst of it, what you should do, with the help of God, you and I must walk in this world. How? As blameless and harmless children of God, അല്ലേ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നമ്മൾ ജീവിക്കുക, അപ്രകാരം ജീവിക്കുക. So that is the first thing. It is explained in a deep way. If I read and if we study one by one each words, it has deep depth in the scripture. But we have no time right now. But let us look to the whatever we need right now, and so through that we can be blessed, അല്ലേ? നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തക്കവണ്ണം ആവശ്യമായ ദൈവവചന ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. So what here says, in the midst of crooked generation, you and I must walk like blameless, harmless children of God in the midst of a crooked and perverse generation, without complaining and disputing. Okay, so with the help of God, go forward by godly characters. Okay, ദൈവിക സ്വഭാവങ്ങളാൽ നിറയപ്പെട്ടവരായി എന്ത് ചെയ്യുക? നടക്കുക. Then the next thing it says, among whom you shine as lights in the world, holding fast the word of life. Hallelujah. So this is the special scripture or the words which I inspired by. Remember, it says like this, we in the midst of this world, we must shine as lights in this world, അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എങ്ങനെ പ്രകാശിക്കാൻ പറയുന്നത്?
ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. ഹല്ലേലൂയ. എങ്ങനെ പ്രകാശിക്കുക? ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുക. ഓക്കെ, ലൈറ്റ്, ജസ്റ്റ് യു ലുക്ക് അബൌട്ട് ദ സൺ. സൺ ഈസ് എ ലൈറ്റ്. സൂര്യനെ നോക്കിയാൽ അത് ലൈറ്റാണ് അല്ലേ, വെളിച്ചമാണ്, അതിനെ ജ്യോതിസാണ്. സോ വെൻ ദ സൺ ഷൈൻ, ഹൗ ഇറ്റ് ഷൈൻസ്? Wherever the earth position is in front of the sun, the whole territory will become, radiated by light of the sun. അല്ലേ, സൂര്യൻ്റെ പ്രകാശരശ്മികൾ ഭൂമിയിലെ ആ ഫേസ് ചെയ്യുന്ന, ഭൂമി സൂര്യനെ ഫേസ് ചെയ്യുന്ന ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യുകയാണ്? ആ പ്രകാശം സ്വാധീനം ചെലുത്തുകയാണ്. My dear brothers and sisters, at the same way, you and I are called to shine for the Lord as glorious lights in this world. Okay, വെളിച്ചമായി ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കാനാണ് ദൈവമായ കർത്താവ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. In Malayalam we have a song. It says like this, okay? As a small candle, burning candle, I will burn, then my light will go down dim, then I will merge in the presence of God. Okay, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ അലിഞ്ഞു ചേരും. ഒരു അല്ലെ, കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറയും. Okay, that is a song. It says in Malayalam. So what I want to say to you right now is, God is not called us to shine as a small candle which carry light with strugglingly. അല്ലേ, അങ്ങനെയല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു ഒരു മെഴുകുതിരി പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിളക്ക് പോലെ, കത്തി കരിന്തിരി പോലെ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. കഷ്ടപ്പെട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയുമല്ല വിളിച്ചിരിക്കുന്നത്. Then how he called you? He called you as to shine as light in this world. ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, now next thing is how you can shine as light in this world. എങ്ങനെ നിങ്ങൾക്ക് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കാനായി കഴിയും? The answer is by holding on the word of life. Hallelujah. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. That is the key. Okay, that means, think about it. In your heart, നിങ്ങളുടെ എൻ്റെ ഹൃദയത്തിൽ, you can have the whatever God has deposited in you. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നതെല്ലാം, okay, you can bring it out as shining light. നിങ്ങൾക്കതിനെ പുറത്ത് ജ്വലിക്കുന്ന ദീപമായി, ജ്വലിക്കുന്ന ജ്യോതിസിനെ പോലെ പ്രകാശം കൊണ്ടുവരാനായി കഴിയും. ഓക്കെ, യു ക്യാൻ ഷൈൻ as a bright light. Hallelujah. How you can be shine? This shining can be, such a marvelous way. How it can be spread from you? By receiving the word of life. That means the word of God must become your life. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനായി വ്യാപരിച്ചാൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്ന കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശുശ്രൂഷകൾ, അത് ജ്വലിക്കുന്ന അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. നോട്ട് ഓൺലി ഇൻ ദ പുൽപിറ്റ്, നിങ്ങൾ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ മാത്രമല്ല, ബട്ട് വൈൽ യു ട്രാവൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും, വൈൽ യു ബി ഇൻ എ പ്ലേസ് ഫോർ ഈറ്റിംഗ് ഫുഡ്, നിങ്ങളൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറുമ്പോഴായിരുന്നാലും, വൈൽ യു ട്രാവൽ ത്രൂ എ റോഡ് വേ, നിങ്ങളൊരു റോഡേ നടന്നു പോയാലും, you can the presence of God and the anointing of God and the gifts of God can be, become shine from you. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജ്വലിച്ച് പ്രകാശിക്കാനായി കഴിയും. Hallelujah. There is
that there is a depth understanding of, godly understanding, my dear brothers and sisters. I heard about a man of God called Smith Wigglesworth. You may also heard about him. അല്ലേ, നമ്മൾ സാധാരണ സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. That man of God, that person, that servant of God, while he travel in the places through train or vehicle, while if he feel a emptiness in him, a feel, word of God is not shining in him, what he does is, he will go and sit in a corner and open his Bible and read the scripture till he feel the word of God is filled in his heart. ആ മനുഷ്യൻ ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം യാത്രകൾ ചെയ്യുമ്പോൾ, ട്രെയിനിലായിരുന്നാലും വാഹനത്തിലായിരുന്നാലും, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിറവ് ഇല്ല എന്ന് തോന്നിയാൽ അദ്ദേഹം ആദ്യം ചെയ്തിരുന്ന കാര്യം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും പോയി ഇരുന്നതിന് ശേഷം ദൈവത്തിൻ്റെ വചനം ഓപ്പൺ ചെയ്ത്, ബൈബിൾ ഓപ്പൺ ചെയ്ത് ദൈവവചനത്തെ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആ വചനം നിറച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുന്നത് വരെ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വചനം നിറഞ്ഞു, വചനത്തെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന അളവ് വരുന്നത് വരെ അദ്ദേഹം വചനത്തെ ധ്യാനിച്ചിരുന്നു. സോ വാട്ട് ഹാപ്പൻസ് വാസ്, while he traveled through, even he walked through, hallelujah, in train, if he meets with someone with sickness in their body, he used to go to them and share about Jesus, and he used to lay his hands on those people and used to pray for them instantaneously. Even in the train, the people used to be get healed. Hallelujah, hallelujah. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് രോഗികളെ കാണുമ്പോൾ അദ്ദേഹം വചനത്തിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം പകർന്നുന്ന കൃപകൾ ജ്വലിക്കാൻ തുടങ്ങുകയും, ആ ജ്വലിക്കുന്ന അനുഭവം എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, അതേ യാത്ര ചെയ്യുന്ന സമയത്ത് രോഗികളെ കണ്ടാൽ അദ്ദേഹം അവരുടെ മേൽ കരം വെച്ച് എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഉടനെ അവർ സൗഖ്യമുള്ളവരാകുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. So don't forget, if you hold the word of God as life in you, see, there are people, casually listen God's word, like, just like they are listening a news. They want just to please the servant of God, just making for time pass listening God's word. But there are people, they listen God's word by believing the word of God is for their life. If you count the word of God as for your life, then the word of God will make you shine as light in this world for his glory. Do you understand what I'm saying? Hallelujah, hallelujah. So today, my brothers and sisters, not like a struggling candle which trying to shine. No, no, no. If you have not receiving the word of God as life in you, നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ജീവനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ, then the shining which is in you may feel like, dim, and you may feel like it is not shining properly. You have the light which is given by the Lord, but it's not shining like brightly. But there may be time when you come to the pulpit, then the shining may come. Up and downs. You are feeling something, then you are not feeling something. Okay, hallelujah. But my dear brothers and sisters, you can continuously, every day, wherever you travel, you can carry the presence of God as shining light. So you can walk with the glory of God if you hold the word of life in you.
So today, my dear brothers and sisters, I just encourage to every one of you in this world, you and I are called to shine as lights in this world. ഈ ലോകത്തിൽ നമ്മെ കർത്താവ് ആക്കി വച്ചിരിക്കുന്നത് എന്തിനാണ്? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എങ്ങനെ പ്രകാശിക്കുക? ജ്യോതിസിനെ പോലെ പ്രകാശിക്കുക. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ്, ഗാഡ് ഈസ് വർക്കിംഗ് ഇൻ യു. ദൈവമായ കർത്താവ് നിങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? പ്രവർത്തിക്കുകയാണെന്നുള്ള കാര്യം മറക്കരുത്. Let us pray together, then we will stop today's talk. Then I believe on the next talk we may continue the talk. So let us pray together. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Our dear Heavenly Father, we come to your presence in Jesus' name. Right now, in the name of Jesus, I pray for everyone, those who are listening this message, oh Lord. I pray you speak to their heart. You encourage them, oh Lord. You build them up. Fill them with your wisdom and your grace and your anointing. ദൈവമായ കർത്താവെ, അങ്ങ് ജനത്തെ പണിതാലും അങ്ങയുടെ കൃപയാൽ നിറച്ചാലും, right now I pray in the name of Jesus, help every one of them to shine in this world as a bright light. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിച്ചാലും, give them your grace, O Lord. Let them receive God's word as their life. ദൈവത്തിൻ്റെ വചനം അവർ ജീവനായി അവർ സ്വീകരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. I pray this prayer in Jesus' mighty name. Amen, amen, amen. So God bless you. We may continue the message, but anyway, see you on next talk, and God bless you. Bless you and bless you. You say God bless you. God bless you എന്ന് പറഞ്ഞേ. God bless you. Bye bye. Bye bye. God bless you. Bye bye.